وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും ആദരണീയരായ നമ്മുടെ ചീഫ് ഗസ്റ്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ എം.എ. അമീർ അലി സർ, പ്രിയപ്പെട്ട മുസ്തഫ മാഷ് മുണ്ടുപാറ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെയും സമസ്ത ഇ ലേണിംഗിൻ്റെയും ഭാരവാഹികൾ, ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെ, പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, നമ്മുടെ ഇൻഫോ സീരീസ് എന്ന് പറയുന്ന ലാബിൽ സമസ്ത ഇ ലേണിംഗ് നടത്തുന്ന രണ്ടാമത്തെ സെഷനിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കൃത്യമായി ഓരോ ടോപ്പിക്കുകൾ വെച്ച് നമ്മളൊരു ഒരു മാസത്തിൽ, ഇപ്പൊ രണ്ടാമത്തെ മാസത്തിലാണ് രണ്ടാമത്തെ ഒരു വിഷയം വയോജന പരിചരണം എന്ന് പറയുന്ന കാലിക പ്രസക്തമായ വളരെയേറെ ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു ടോപ്പിക്കിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംവദിക്കാനിരിക്കുന്നത്. കൃത്യമായ ഒരു നിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമില്ലാത്തത് കൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു ഏരിയയിലാണ് ഇൻഷാ അല്ലാഹ് സമസ്ത ഇ ലേണിംഗ് ഇന്ന് കൈവെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അമീർ അലി സാറ് ഒരുപാട് കാലങ്ങളായി ഈ മേഖലയിൽ വളരെ സെഷനുകളുമായും ആളുകളുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മളിപ്പോ പരിശുദ്ധമായ ഖുർആനില് പറയുന്നുണ്ട്, ഒരു മാതാപിതാക്കളിൽ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വയസ്സായപ്പെട്ട രീതിയിൽ എത്തുകയാണ് എങ്കിൽ നിങ്ങൾ അവരോട് വിരോധം പറയരുത്. വലാ തൻഹറുഹുമ എന്ന് പറയും. നിങ്ങൾ അവരെ വിരോധിക്കരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയരുത്. എന്നിട്ട് അതിനാ വലാ തഖുല്ലഹുമ ഉഫിൻ, എന്തിനാ അങ്ങനെ ചെയ്ത് എന്നൊരു വാക്കുപോലും നിങ്ങൾ അവരോട് പറയരുത്. പരിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി 1400 വർഷങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കൃത്യമായി ഒരു തലമുറ പ്രായമായ മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കണമെന്ന് അറിയാത്തവരും അറിഞ്ഞിട്ടും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്നവരും, അങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകള് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം അധിഷ്ഠിതമായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊരു ടോപ്പിക്ക് നിങ്ങളുമായി സംവദിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ, ഇപ്പൊ കേരളത്തിന്റെ കഥ എടുത്തു നോക്കിയാല്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒട്ടുക്കും ലോകത്തിന്റെ ഒക്കെ ഹിസ്റ്ററികളെ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഘടന എടുത്തു നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ പ്രായം എന്ന് പറയുന്നതിൽ ഒരു 3-4 ഘട്ടങ്ങളാക്കിയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിലെ ഒരു കുട്ടിക്കാലം കഴിഞ്ഞ്, രണ്ടാമത്തെ ഒരു അഡോളസൻ ഏജ് കഴിഞ്ഞ്, അഥവാ ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ് ഒരു യുവത്വവും പൂർത്തിയായതിന്റെ ശേഷമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു സെഷനിലേക്ക് നമ്മൾ പോകുന്നത്. എല്ലാ മനുഷ്യരും എത്തിപ്പെടേണ്ടുന്ന ഒരു ഏരിയ, എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ആയുസ് ലഭിക്കുകയാണ് എങ്കിൽ എല്ലാവർക്കും ഉണ്ട് എന്ന് അവർ വിശ്വസിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അവരത് ഉറപ്പിക്കേണ്ടുന്ന ഒരു ഏരിയ. അത് മുന്നിലുണ്ടായിരിക്കെ എങ്ങനെയാണ് അവരെ നമ്മൾ പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ മനസ്സിന്റെ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാല് ഒരു കുട്ടി എങ്ങനെ ജനിക്കുന്നുവോ ആ കുട്ടിയെ നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ കെയർ ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഭാഗം ആളുകൾ. പക്ഷെ പലപ്പോഴും അവരുടെ വാക്കുകൾ അരോചകമായി തോന്നുന്നു, അവരുടെ ചെയ്തികൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാകുന്നു, അതിന്റെ പേരിൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളാണ് ദൈനംദിനം നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം തന്നെയാണ് അല്ലെ, കിലാഹുമ ഉഫിൻ എന്ന് പറയുന്ന ആ വാക്കിന് തന്നെ ഖുർആനിൽ ആ വാക്ക് പറഞ്ഞിടത്ത് പലരും നമ്മളോട് പറഞ്ഞ് പല സംവാദങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, ഛേ എന്ന വാക്ക് പറയരുത് എന്നാണ്, ഛേ എന്ന് പറയരുത് എന്നല്ല, ഛേ എന്നുള്ള ആ ഒരു വാക്കുപോലും ഉപയോഗിക്കരുത് നിങ്ങൾ മാതാപിതാക്കളോട്. അല്ലെങ്കിൽ ഈ വാർദ്ധക്യ സഹജമായിട്ട് അവരിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ അടുത്തെത്തിയാൽ, ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ വാർദ്ധക്യ സമയത്ത് അവരുടെ മക്കളുടെ പരിചരണം ആഗ്രഹിക്കുന്ന, പേരമക്കളുടെ പരിചരണം ആഗ്രഹിക്കുന്ന ആ ഒരു സമയം എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്, അതിന്റെ ഇസ്ലാമിക മാനദണ്ഡം, ഒപ്പം ഒരു സൊസൈറ്റി, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, ഒരു സമൂഹം അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വളരെ വിശദമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അമീർ അലി സാർ നമ്മളോട് സംവദിക്കും. നിങ്ങളെല്ലാവരും അവസാനം വരെ ഉണ്ടാവുകയും, നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ സെഷൻ അവസാനം കഴിഞ്ഞ്
തൊട്ട് സലാത്ത് ചൊല്ലുമ്പോഴാണ് നമ്മളൊക്കെ അവസാനം വരെയും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാകണം. ഇന്ന് നമ്മുടെ ഈ വയോജന പരിചരണം ഇതിന്റെ ക്ലാസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഏറ്റിരിക്കുന്നത് നമ്മുടെ ഈ ലേണിംഗ് അക്കാദമിക് മെമ്പർ കൂടിയായ സമിതി മെമ്പർ കൂടിയായ ബഹുമാനപ്പെട്ട സുപ്രഭാതം CEO മുസ്തഫ മാഷ് മുണ്ടുപാറ അവർകളാണ്. സാറിനെ സാദരം ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഉദ്ഘാടനം പൂർത്തിയാക്കിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ സാറിന്റെ ക്ലാസ് ആരംഭിക്കും. എല്ലാവരും കൃത്യമായി കൊണ്ട് ഇതൊരു സെഷൻ ലേണിംഗ് സെഷൻ തന്നെയാണ്. പഠനം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് വെക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഭൗതിക ലക്ഷ്യങ്ങളും ഇല്ലാതെ കൃത്യമായി കൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു നിയത്തോടു കൂടെ തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരുടെയും ആദ്യാവസാനം വരെയുള്ള സഹകരണം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുസ്തഫ മാഷ അവർകളെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷിന്റെ മൈക്ക് ഓൺ ചെയ്തിട്ടില്ലേ? ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ മാഷെ, തുടരാം. ഓക്കെ, കേൾക്കുന്നുണ്ട്, തുടരാം. ഹലോ ഹലോ മാഷെ, കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ മാഷെ കേൾക്കുന്നുണ്ട്, പറയാം. കേൾക്കുന്നുണ്ടോ? ആ, ഉണ്ട്, പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ നമ്മുടെ ഡോക്ടർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ വേണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ നെറ്റിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടായി. നെറ്റ് കുറച്ച് കുറവുള്ള സ്ഥലത്താണ് ഞാനുള്ളത്, യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് SNECയുടെ കീഴില് ഒരു വർഷത്തിലേറെയായി വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതവിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയമായ സംരംഭമായ SNECയുടെ കീഴിലാണ് വേദി സംഘടിപ്പിച്ചത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് SNECയെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും അത് വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ഭാഗമായി കാണുന്നു എന്നതാണ് സമസ്തയുടെ സംവിധാനങ്ങളുടെ വലിയ പ്രത്യേകത. എന്ത് കാര്യമാവട്ടെ, അത് മതവിദ്യാഭ്യാസമാവട്ടെ, ഭൗതിക വിദ്യാഭ്യാസമാവട്ടെ, ഇതുപോലെയുള്ള വെബിനാറുകളാവട്ടെ, എല്ലാം
പൂർണ്ണമായും ആരാധനയുടെ ഭാഗമായി കാണുന്നു എന്ന സവിശേഷത ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളെ പരിചരണം എന്ന വിഷയത്തെ കുറിച്ചുകൊണ്ടാണ് ഇവിടെ ബഹുമാന്യനായ സുഹൃത്ത് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിലേറെ പുണ്യമുള്ള ഒരു കർമ്മമാണ് ഈ പറഞ്ഞ രോഗീ പരിചരണം ഉൾപ്പെടെ പ്രായമുള്ളവരെ പരിചരണവും മാതാപിതാക്കളെ പരിചരണവും ഒക്കെ വളരെയേറെ പുണ്യമുള്ള പ്രതിഫലാർഹമായ കർമ്മമായി അംഗീകരിക്കപ്പെടുന്ന മതമാണല്ലോ വിശുദ്ധ ഇസ്ലാം. ഞാൻ ആമുഖമായി സൂചിപ്പിച്ച ഇക്കാര്യമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത് പോലും പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനം. 3 കാര്യങ്ങളെ നോക്കൽ ഏറെ പുണ്യമുള്ളതാണെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നല്ലോ. അതിൽ ഒന്ന് കഅബ ഷരീഫ്, വിശുദ്ധ ഖുർആൻ മൂന്നാമത് പറഞ്ഞത് മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ള. പ്രത്യേകിച്ച് അത് ആരോഗ്യപരമായി പ്രയാസമുള്ള രോഗികളാകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ പരിചരിക്കപ്പെടുമ്പോൾ അതിന്റെ പുണ്യം കൂടുകയാണ്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ഈ രോഗി പരിചരണവും അതോടൊപ്പം തന്നെ പ്രായാധിക്യമുള്ള ആളുകളെ പരിചരണം ഉൾപ്പെടെയുള്ള പരിചരണ മേഖല. അതുകൊണ്ടാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ആളുകളാണ്. പക്ഷെ നമ്മുടെ ഇതിന്റെ ഭാഗമായി കണ്ടുവരുന്ന ചില ദൂഷ്യ സ്വഭാവങ്ങളുമുണ്ട്. കാരണം ഇതൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഇത്തരം മേഖലയെ ഒരു വ്യാപാരമായി കൊണ്ടുകൊണ്ട് കച്ചവടമായി കണ്ടുകൊണ്ട് സമീപിക്കുന്ന ഒരു രീതി. ഇപ്പോ വൃദ്ധസദനങ്ങൾ, ആ വൃദ്ധസദനങ്ങള് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സമീപകാലത്ത് വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. സാധാരണഗതിയിൽ മുസ്ലിം സമുദായത്തിന്റെ മാനേജ്മെന്റിന് കീഴിൽ ഇത്തരം സംവിധാനങ്ങൾ വളരെ ചുരുക്കമാണുള്ളതെങ്കിൽ തന്നെയും ഒറ്റപ്പെട്ടത് അവിടെയും ഇവിടെയും ഒക്കെ സ്ഥാപനങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ മാനേജ്മെന്റിലും നിർബന്ധിത സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരിക്കൽ കളമശ്ശേരി ഒരു പരിപാടിക്ക് പോയ സമയത്ത് കളമശ്ശേരിയിലെ ഒരു വൃദ്ധസദനം സന്ദർശിക്കാൻ അവസരം കിട്ടി. അപ്പൊ ആ വൃദ്ധസദനം സന്ദർശിച്ചപ്പോൾ ഒരു 5-8 കൊല്ലം മുമ്പാ അവിടെ ഓരോ ഹട്ടുകളിലും കയറി ഇറങ്ങി ഇങ്ങനെ കണ്ട സമയത്ത് ഓരോ കുടുംബത്തെയും, അത് കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്, ചെറിയ ഹട്ടുകളും ഭാര്യയും ഭർത്താവും, ചിലതിൽ ഭാര്യ ഒറ്റയ്ക്ക്, ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ വേറെയായിട്ട്. എന്തായാലും അവിടെ സന്ദർശിച്ച സമയത്ത് ഒരു പ്രത്യേകത കാണാൻ കഴിഞ്ഞു. അതിൻ്റെ നടത്തിപ്പുകാരൻ നേരിട്ട് നമ്മളോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെ തുലവും ചുരുക്കമാണ് എന്ന്, വളരെ കുറവാണ് എന്ന്. പക്ഷെ ഇന്നത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷം മുമ്പത്തെ ഒരു ചിത്ര. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ പ്രാതിനിധ്യത്തിനനുസരിച്ചുകൊണ്ടുള്ള പ്രാതിനിധ്യം ഒരു പക്ഷേ ഇപ്പൊ കണ്ടെത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലത്ത് ഈ മേഖലയിൽ നമ്മുടെ ആളുകൾ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ആത്മഹത്യ. ഞാൻ ഓർത്തു പോകുന്നു, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് വായിച്ച ഒരു വാർത്ത. കോഴിക്കോട്ടെ പ്രമുഖനായ ബിഷകരനായിരുന്ന ഡോക്ടർ CK രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു സംവിധാനം തുടങ്ങി. അത് ആത്മഹത്യാ പ്രതിരോധ കൗൺസിൽ എന്നായിരുന്നു അതിന്റെ പേര്. ഞാൻ ഓർക്കുകയാണ്, ചന്ദ്രികാ പത്രത്തിൽ അതിന്റെ വാർത്ത വന്ന് ഞാൻ ഇന്നും ഓർക്കുക. ഏകദേശം ഒരു 10-25 കൊല്ലം മുമ്പാ, 25-30 കൊല്ലം മുമ്പാണ്. അന്ന് ഡോക്ടർ CK രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ആത്മഹത്യാ പ്രതിരോധ കൗൺസിൽ എന്ന് പറയുന്ന സംഘടന ഒരു പത്രസമ്മേളനം നടത്തി കോഴിക്കോട് പ്രസ് ക്ലബിൽ. അതിൽ അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആത്മഹത്യയിൽ വളരെ പിന്നിലാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെ റെയറായിക്കൊണ്ടാണ്. ദേശീയ ശരാശരിയേക്കാൾ മുമ്പിലാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥയെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ ആത്മഹത്യയുടെ കാര്യത്തിൽ വളരെ കുറവാണ് എന്ന് അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കാം. അത് വളരെ ഒരു സംഭവമായിരുന്നു. ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ അതൊരു വലിയ സംഭവമായിക്കൊണ്ട്
വലിയൊരു പിന്നെ വിശേഷമായി കൊണ്ട് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടുള്ളതെങ്കിൽ ഇന്ന് ഇതും നമ്മുടെ സമുദായത്തിൽ കൂടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത ദിവസം എന്റെയൊക്കെ പരിസര പ്രദേശത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത ഇന്ന് കേൾക്കാൻ കഴിഞ്ഞു. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡോക്ടർക്കും അത് അറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതും നമ്മുടെ സമുദായത്തിൽ ഇതും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മേഖലകൾ SNEC എന്ന് പറയുന്ന വിദ്യാഭ്യാസ മതവും ഭൗതികവും ഒക്കെ പഠിപ്പിക്കുന്ന സംവിധാനം ആണെങ്കിൽ തന്നെയും ഇതുപോലെയുള്ള മേഖലയിലേക്ക് കൂടി നമ്മുടേതായ സംഭാവനകൾ അർപ്പിക്കാനും നമ്മുടെ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു തആല നമ്മുടെ ദീനീ സംരംഭങ്ങളൊക്കെ അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ഇതുപോലെയുള്ള സംരംഭങ്ങളിലൊക്കെ അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാചകം ചൊല്ലി നമ്മുടെ വേദി ഉദ്ഘാടനം ചെയ്യുന്നു. നെറ്റിന്റെ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, മാഷെ തിരക്കിന്റെ ഇടയിലും നമ്മളോട് ഒരു തന്നതാണ്. സമസ്ത ഇ ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നമുക്കറിയാം, കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ, കേരളത്തിന്റെ പുറത്ത് മദ്രസ സംവിധാനം ഇല്ലാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും കേരളത്തിനകത്ത് മദ്രസ പ്രായം പൂർത്തിയായതിന്റെ ശേഷം 18 വയസ്സ് പൂർത്തിയായതിന്റെ ശേഷം മദ്രസ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മതപഠനം ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഒരു പ്രത്യേക ചാനലായിട്ടാണ്, ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അൽഹംദുലില്ലാ 2 വർഷത്തോളം അടുക്കുകയാണ്. വളരെ കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ ഓൺലൈൻ മദ്രസകളിലും അല്ലാതെ 13,000-ഓളം നമ്മുടെ ഫോളോവേഴ്സുകൾ അല്ലാത്ത രീതിയിലും നമ്മോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ ആഗ്രഹങ്ങളാണ് നമ്മൾ ഈ ഒരു ഘട്ടങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ മീഡിയ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സംസാരിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പ്രസരണം ചെയ്യുക. ഓരോ തവണയും 200-300 ആളുകളെയാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലേക്കും പരിഗണിക്കാറുള്ളത്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സാറിന്റെ സമയം കവർന്നെടുക്കുന്നില്ല. ഒരുപാട് ആളുകൾ, നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട CEO സാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്, ഈ സംസാരിക്കാനുണ്ട്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അമീർ അലി സാറിനെ സെഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സാദരം സവിനയം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സമസ്തയുടെ ഈ ലേണിംഗിന്റെ ഭാഗമായുള്ള ഇൻഫോ സീരീസിന്റെ 2ാമത്തെ സെഷനിലാണ് നമ്മളിപ്പോ നിലകൊള്ളുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. വയോജന പരിചരണം എന്ന ഏറെ പ്രാധാന്യമുള്ള ഒരു സെഷനാണ് ഇന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ മാത്രം നമ്മളിവിടെ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് വയോജന പരിചരണവുമായി ബന്ധപ്പെട്ട, എൽഡർലി കെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് സ്വാഗത പ്രഭാഷണത്തിലും ഉദ്ഘാടന പ്രഭാഷണത്തിലും ഒക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ പോലും നടക്കുന്ന ഒരു മേഖലയാണ് ഈ വയോജന പരിചരണ മേഖല എന്ന് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒട്ടേറെ അനുഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആളുകളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറും അറിയാറും കാണാറും ഒക്കെയുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു സംവിധാനത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ, പ്രൗഢമായ ഒരു സംസ്കാരത്തിന്റെ നിലവിലുള്ള അതിന്റെ വക്താക്കൾ എന്ന രീതിയിൽ നമുക്ക് മുമ്പിൽ ഏറ്റവും പ്രബലമായി ഈ രംഗത്ത് നിൽക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്യമാണ്. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് അത് ഓതി വെച്ചു. ഏറ്റവും ഇന്നത്തെ കാലികമായ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് എടുത്തു വെക്കാനുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ആ വാചകങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ അവർ 2 പേരോ അതിവാർദ്ധക്യ കാലത്ത് നിന്റെ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരിക്കലും അവരുടെ സംസാരങ്ങളിൽ നിഷേധം പറയുകയോ അവരെ ഭയപ്പെടുത്തുകയോ ചെയ്യരുത്. മൃദുവായ സ്നേഹമസൃണമായ പെരുമാറ്റം മാത്രമേ അവരുടെ അടുത്ത് നമ്മൾ നടത്താവൂ എന്ന് വിശുദ്ധ ഖുർആൻ
നമ്മളെ കൃത്യമായി ബോധിപ്പിക്കുകയാണ്. ആ ഒരു ആയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇന്നത്തെ വർത്തമാന സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ഇന്ന് എവിടെയാണ് സമൂഹം നിൽക്കുന്നത്. ഈ ഒരു രംഗത്ത് നമ്മളുടെയൊക്കെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ അതേപോലെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക്, നിങ്ങളിൽ കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനും മുതിർന്നവരോടുള്ള കടപ്പാടുകൾ മനസ്സിലാക്കാത്തവരും ഇതിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞത്. ആ മുതിർന്നവരോടുള്ള കടപ്പാടുകൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ്. വലിയൊരു സന്ദേശമാണ് സത്യത്തിൽ ആ ഒരു വാക്കിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ എത്രത്തോളമാണ് ഇന്ന് ഈ മേഖലയിൽ ഈ വയോജന പരിചരണത്തിന്റെ പ്രാധാന്യം എന്നത് തന്നെയാണ്. സത്യത്തിൽ 1900 ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന പരിപാലന ദിനമായി നമ്മളിങ്ങനെ ആചരിച്ചു വരികയാണ്. ഓരോ വർഷവും വലിയ വലിയ അർത്ഥങ്ങളുള്ള വലിയ മെസ്സേജുകളുള്ള ക്യാപ്ഷനുകളാണ് ഈ വയോജന പരിപാലന ദിനത്തിൽ പുറത്തു വിടുന്നത്. ആ ഒരു വയോജന പരിചരണ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും, നമുക്ക് തിരിച്ചറിയാൻ കഴിയും. 1999 ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വയോജന നയം രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം 2011 ആ ദേശീയ വയോജന നയത്തിൽ വേണ്ട അമെൻമെന്റുകൾ നടത്തി ഇന്ന് നിലനിൽക്കുന്നത് 2011 ദേശീയ വയോജന നയമാണ്. ആ ദേശീയ വയോജന നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് 2007 മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന ഒരു വയോജന സംരക്ഷണ നിയമം പോലും ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നിയമങ്ങളുമൊക്കെ പാസ്സാക്കിയതിന്റെ പിന്നിൽ നമ്മുടെ സമൂഹത്തിലെ വയോജനങ്ങളായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രായം ആധിക്യത്തോടു കൂടി നിലനിൽക്കുന്ന മനുഷ്യരെ, അവരുടെ പ്രയാസങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശം തന്നെയാണ്. അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷിതത്വവും അവരുടെ ക്ഷേമവും ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഈ ദിനങ്ങളുടെയും ഈ നിയമത്തിന്റെയും ഒക്കെ പ്രാധാന്യവും പ്രസക്തിയും. 2024 ഈ വർഷം നടത്തിയ വേൾഡ് ജെറിയാട്രിക് ഡേ, ലോക അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയമായി അവർ പറഞ്ഞത് തന്നെ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അതിലവർ പറഞ്ഞിട്ടുള്ളത് ഏജിങ് വിത്ത് ഡിഗ്നിറ്റി, ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രെങ്തനിങ് കെയർ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഓൾഡ് പേഴ്സൺസ് വേൾഡ് വൈഡ്. അന്തസ്സോടെയുള്ള വാർദ്ധക്യം, ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണവും പിന്തുണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെയാണ് ഈ തവണ നടന്ന വയോജന ദിനം പോലും ആ ഒരു സന്ദേശത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഈ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ നമ്മളുടെ ഏജിങ്ങിനെ, നമ്മുടെ പ്രായം വർദ്ധിക്കുന്നതിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായി നമ്മളുടെ പാരമ്പര്യം, ഹെറിഡിറ്ററി ഫാക്ടറുകൾ കിടക്കുന്നു. അതോടൊപ്പം തന്നെ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ നിൽക്കുന്നുണ്ട്. അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. അജൈവ ഘടകങ്ങളും ജൈവ ഘടകങ്ങളും നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളും ഒക്കെ ഇതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വയോജനങ്ങളുടെ ആ ഒരു ആയുർദൈർഘ്യത്തിന്റെ വർധനവ്, ആ ഒരു വർധനവ് സത്യത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളിലേക്കും ഈ ഒരു സമൂഹത്തെ കൊണ്ടുപോകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പിന്നിൽ ഒരുപക്ഷെ ആയുർദൈർഘ്യത്തിന്റെ വർധനവിന്റെ കാരണങ്ങളായി പറയുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ അഭൂതപൂർവമായ വളർച്ചയാണ്. നമ്മൾ പഴയ കാലങ്ങളെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കുറേയേറെ വൈദ്യശാസ്ത്ര രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഗർഭസ്ഥ ശിശുവിന്റെ പ്രയാസങ്ങളെ പോലും, ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കുണ്ടാവാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ജനിതക തകരാറുകൾ എന്തൊക്കെയാണ് എന്ന് ഗർഭാവസ്ഥയിൽ തന്നെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ജെറിയാട്രിക് കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഭാഗങ്ങളൊക്കെ ഇന്ന് ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലേക്ക്, വ്യത്യസ്ത മേഖലയിലേക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്രയും ഒരു ശാസ്ത്രം അതിന്റെ ഏറ്റവും വലിയ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും വികാസം പ്രാപിക്കുന്ന ഒരു മേഖലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വൈദ്യശാസ്ത്ര രംഗത്തെ വളർച്ച, അതോടൊപ്പം തന്നെ ആ വളർച്ചക്കനുസരിച്ച് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ഏറ്റവും മികച്ച സംവിധാനങ്ങളാക്കി നമ്മൾ മാറ്റുകയാണ്. മികവുറ്റ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു പ്രസൻസ്, അതിന്റെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക ഉന്നമനവും ഒക്കെയാണ് ആയുർദൈർഘ്യത്തിന്റെ വർധനവിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് മനുഷ്യർ പോവുകയാണ്. ആ പ്രയാസങ്ങൾ പോകുന്നതിനിടയിലാണ് അവരെ നമ്മൾ വയോജനങ്ങളെ പരിചരിക്കാനുള്ള പുതിയ നയങ്ങളും പുതിയ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ മുന്നോട്ട് വരുന്നത്. അപ്പൊ സത്യത്തിൽ ഇതിന്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ വയോജനങ്ങളായി നിൽക്കുന്ന കഴിഞ്ഞ കാല തലമുറയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ജനറേഷനിൽ അവരുടെ കഴിവുകളെ മുഴുവൻ ഈ സമൂഹത്തിന് വേണ്ടി വിനിയോഗിച്ച ഒരു വലിയൊരു വിഭാഗം ജനമുണ്ട്. ആ ആളുകളെ ഒരു ഭാഗത്തേക്ക് തളച്ചിടാതെ, അവരുടെ നിന്ന് മാർജിനലൈസ് ചെയ്യപ്പെടാതെ അവരെയും കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും അവരുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവരുടെ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംവിധാനം കൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ കഴിവുകളെ വരും തലമുറയ്ക്കായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിന്റെ വലിയൊരു ബെനിഫിറ്റാണ്. അപ്പൊ സത്യത്തിൽ ഈ വയോജന പരിചരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒരു നല്ല ആരോഗ്യത്തോടു കൂടി ആ ഒരു ഹെൽത്ത് ഫങ്ഷൻ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് അവർക്കുണ്ടാവുന്ന രോഗങ്ങൾ, ആ അസുഖങ്ങളെയൊക്കെ നേരത്തെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഒരു പ്രയാസപ്പെട്ടു പോകുന്നതിനേക്കാൾ അപ്പുറത്ത് രോഗങ്ങളെ നേരത്തെ തിരിച്ചറിയുകയും ആ നേരത്തെ തിരിച്ചറിയുന്ന രോഗങ്ങൾക്ക് അനുയോജ്യമായ ചികിത്സകൾ കൊടുത്തുകൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്നും അവരെ മുക്തരാക്കാനുള്ള ശ്രമങ്ങളും കൂടി നടത്തുക എന്നുള്ളതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. അതോടൊപ്പം തന്നെ നിലവിലുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഒരു 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ ആളുകളിൽ ഒരുപാട് തരങ്ങളിലുള്ള അസുഖങ്ങളുടെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കണ്ടുവരും. ആ ലക്ഷണങ്ങളെയൊക്കെ അതിന്റെ കൂടുതൽ മോശമായ സാഹചര്യത്തിലേക്ക് പോവാതെ, കൂടുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഡിറ്റോറേറ്റ് ചെയ്യാതെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയൊക്കെയാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ പൊതുവായി ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന വയോജന പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഏറ്റവും ആദ്യം അവരുടെ പ്രിഫറൻസിന് തന്നെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയെയും, ഓരോ പ്രായമായ ആളുകളെയും കൃത്യമായി അവരുടെ ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി, കൃത്യമായ ഇടപെടലുകളോട് കൂടി നമ്മൾ അവരെ സമീപിക്കുമ്പം അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ അവിടെ പരിഗണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് ഉള്ള സംസാരങ്ങൾ, അവരുമായിട്ടുള്ള ഇടപെടലുകൾ, ആ കമ്മ്യൂണിക്കേഷനൊക്കെ കൃത്യമായി എഫക്റ്റീവായി അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് സ്നേഹവും ബഹുമാനവും ആദരവും അംഗീകാരവും ഇഷ്ടവും ഒക്കെ അങ്ങോട്ട് നൽകിക്കൊണ്ട് അവരും നമ്മളുമായിട്ടുള്ള റാപ്പോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പൊതുവായ ഒരു കാര്യം. മറ്റൊന്ന്, അവരുടെ ഡിസിഷൻ എടുക്കുന്നതിന്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തലത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ കുറെ കാലം പ്രവർത്തിച്ചു, ആ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഇനി അങ്ങോട്ട് മാറ്റി നിർത്തി അവരെ അങ്ങോട്ടൊരു ഒരു ഓരം ചേർന്ന് നിർത്തേണ്ടവരല്ല അവരെന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കുകയാണ്. ഇത് സത്യത്തിൽ അവരെ മാനസികമായി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസിനെയാണ് നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി അവർക്ക് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ മാനസികമായുള്ള ആക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ സെൻസറി ഇൻപുട്ടും അവരുടെ ഭൗതികമായ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സ്വയം അത് ചെയ്യാനുള്ള ഒരു രൂപത്തിലേക്ക് അവരെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് മാറ്റി സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയൊക്കെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളുടെ വയോജന പരിചരണത്തിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായി, ജനറൽ പ്രിൻസിപ്പിളായി പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഇങ്ങനെ ആ രീതിയിൽ അവരുടെ വ്യക്തിപരമായി അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു ധാരണയിൽ അവരെ ഒരു കൃത്യമായ ഒരു വ്യക്തിയായി പരിഗണിക്കുകയും അവരുടെ വ്യക്തിത്വത്തിന് എല്ലാ തരത്തിലുള്ള ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നത്. അവര് ഒരിക്കലും ഒരു ബാധ്യതയാണ് എന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ ആ ഒരു വലിയൊരു സന്ദേശം അവരിലേക്ക് എത്തുകയും അതുവഴി മാനസികമായി അവരുടെ താല്പര്യവും അതോടൊപ്പം തന്നെ മാനസികമായുള്ള സന്തോഷവും ഒക്കെ നിലനിർത്തുകയും ചെയ്യുകയാണ് ഈ വയോജന പരിചരണത്തിലൂടെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഉണ്ടാകുന്ന ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഒന്ന് ജീവിതശൈലി രോഗങ്ങളാണ്.
ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളുടെ ബാക്കിയുള്ള സാമൂഹ്യ പരിതസ്ഥിതികളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിത ശൈലി രോഗങ്ങളുടെ എണ്ണവും അതിന്റെ ദുരന്തങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഐസൊലേഷൻ എന്ന് പറയുന്നത്, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ അണുകുടുംബങ്ങൾ ആണ് നമ്മുടെ നാടുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ആ അണുകുടുംബങ്ങൾ ഉണ്ടാകുമ്പം ഇവരുമായി സംസാരിക്കാനോ, വീട്ടിലെ പ്രായമായ ഒരാളുമായി സംസാരിക്കാനോ, അവരുടെ അടുത്തൊരു അല്പസമയം ചെലവഴിക്കാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അടുത്ത തലമുറ വഴിമാറി പോകുമ്പോൾ സത്യത്തിൽ ഇവരൊക്കെ വല്ലാതെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ആ ഒരു ഒറ്റപ്പെടൽ അവർക്കുണ്ടാവുന്ന മാനസികമായ പ്രയാസമാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവർ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ ഒരു തലമുറ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ഏറ്റവും പ്രബലമായത്. മറ്റൊന്ന് നമ്മളുടെ തിരക്ക് പിടിച്ച സാമൂഹ്യ സാഹചര്യങ്ങളാണ്. എവിടെ നോക്കിയാലും നമ്മളൊക്കെ തിരക്കിന്റെ ലോകത്താണ്. ഈ തിരക്കിന്റെ ലോകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ വീടുകളിലുള്ള പ്രയാസപ്പെടുന്ന മനുഷ്യർ, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ ഉപ്പാപ്പമാരാണെങ്കിലും ഉമ്മാമ്മമാരാണെങ്കിലും ഒക്കെ അവരുടെ അടുത്തൊരു അല്പസമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ അടുത്ത് സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ ചെലവഴിക്കുന്ന സമയത്തെ പരമാവധി കുറയ്ക്കാൻ അവരും ശ്രമിക്കുന്നുണ്ട്. കാരണം അവരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഏർണിങ്സിൽ ബ്രെഡ് വിന്നർ ആയ ഒരാളാണ് ഈ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് സമയം ചെലവഴിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ പോലും അധികം സംസാരിച്ച് സമയം കളയാതെ നിങ്ങൾ പെട്ടെന്ന് പോയിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും എത്താറുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ തിരക്ക് പിടിച്ച സാമൂഹ്യ സാഹചര്യങ്ങൾ, ആ ഒരു പശ്ചാത്തലം ഈ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ആ പ്രയാസങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു കണക്ക്, കഴിഞ്ഞ 2020 മുതൽ 2024 വരെ ഇപ്പോൾ തങ്ങൾ ഹോസ്പിസിന്റെ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡീറ്റെയിലിൽ നിന്നും ഞങ്ങൾ വേർതിരിച്ചെടുത്തിട്ടുള്ള ഒരു കണക്കാണ്. കൃത്യമായ ഒരു കണക്കനുസരിച്ച് നമ്മളുടെ നാട്ടിലെ ഞങ്ങൾ കണ്ട 36,829 രോഗികളെ, അതായത് 2024 ഒക്ടോബർ 31 വരെയുള്ള പേഷ്യൻസിന്റെ ഡാറ്റകൾ അനലൈസ് ചെയ്തപ്പം അതനുസരിച്ച് 16.4% ആളുകൾ വാർദ്ധക്യ സഹജമായി പരിചരണം ആവശ്യപ്പെട്ട ആളുകളാണ്. ഈ 16.4% ആളുകളോടൊപ്പം തന്നെ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ 22.2% മനുഷ്യരും അവരുടെ ജീവിതത്തിന്റെ അവസാന സമയത്ത്, അവരെ ഒറ്റപ്പെട്ടു നിന്ന സമയത്ത്, പ്രത്യേകിച്ച് അവർക്കൊരു രോഗമുണ്ട് എന്നൊന്നും പറയാൻ കഴിയാത്ത ഒരു സമയത്ത് മറ്റു പലരും പല സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങളുടെ ഒക്കെ സേവനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മനുഷ്യർ ഇപ്പോൾ തങ്ങൾ ഹോസ്പിസിന്റെ സേവനം ആവശ്യപ്പെട്ട മനുഷ്യരുടെ കണക്കുകളാണ്. അതിൽ തന്നെ ഏകദേശം 1.9% ആളുകൾ ഡിമൻഷ്യ ബാധിച്ചവരാണ്. ആ ഡിമൻഷ്യ ബാധിച്ച മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കെയർ ഗിവേഴ്സ് കടന്നു പോകേണ്ടത്. കാരണം ഡിമൻഷ്യ എന്ന് പറയുന്നത് സ്മൃതിനാശം സംഭവിക്കുന്ന സമയത്ത് അവരുടെ തലച്ചോറിന്റെ ഉള്ളിലുള്ള സെല്ലുകളൊക്കെ നശിച്ചു പോവുകയാണ്. അവർക്കറിയുന്നില്ല അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും തുടക്ക സമയത്തേക്ക് അവരുടെ മനസ്സ് പോവുകയാണ്. അപ്പൊ ഏറ്റവും ചെറിയൊരു കുട്ടി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് മുതിർന്ന ആളുകൾ പോകുന്ന ഏറ്റവും ദയനീയമായ ഒരു രംഗമാണ് ഡിമൻഷ്യയെ നമ്മൾ കാണുന്നത്. ആ ഡിമൻഷ്യ ബാധിച്ച 1.9% മനുഷ്യർ, അതോടൊപ്പം തന്നെ പാർക്കിൻസോണിസം ബാധിച്ച 1.4% മനുഷ്യർ, വിവിധ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 1.5% മനുഷ്യർ, കേവലം വാർദ്ധക്യം എന്ന് പറയുന്നതിലേക്ക് മാത്രം എത്തി നിൽക്കുന്ന 16.4% മനുഷ്യർ, പ്രഷർ ബാധിച്ചിട്ടുള്ള, രക്താതിസമ്മർദ്ദം ബാധിച്ചിട്ടുള്ള 15.9% മനുഷ്യർ. ഈ 15.9% മനുഷ്യർ പ്രഷർ ബാധിച്ചത് എല്ലാം 50+ ആണ്. 50 വയസ്സിന് മേലെയുള്ള ആളുകളാണ് ഇവരൊക്കെ. അതോടൊപ്പം തന്നെ ഡയബറ്റിസ് ബാധിച്ച, ഷുഗർ ബാധിച്ചിട്ടുള്ള 14.5% മനുഷ്യർ, ഇവരും 50 വയസ്സിന് മേലുള്ള ആളുകളാണ്. ഇതോടൊപ്പം തന്നെ ഈ ഷുഗറും പ്രഷർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ അതൊരു ഭാഗത്തുകൂടെ പോകുന്നതിന്റെ ഇടയിൽ സ്ട്രോക്കിലേക്ക് കടന്നുപോയ 10.2% മനുഷ്യർ. അങ്ങനെ ഏകദേശം ഒരു 50%-ഓളം മനുഷ്യർ പ്രായാധിക്യം മൂലമോ അല്ലെങ്കിൽ പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങൾ മൂലമോ പ്രയാസപ്പെടുന്നവരാണ് എന്നാണ് 2020 ഓഗസ്റ്റ് 15 മുതൽ 2024 ഒക്ടോബർ 31 വരെയുള്ള
പൂക്കോട്ടങ്ങൾ ഹോസ്പിസിന്റെ പരിചരിച്ച രോഗികളുടെ ഡാറ്റകൾ അനലൈസ് ചെയ്തപ്പം കൃത്യമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത്. ആ ഒരു കണക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഇവരുടെയൊക്കെ ഒരു മാനസികമായ ഒരു അവസ്ഥയിലേക്ക് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനസികമായ വളർച്ച അല്ലെങ്കിൽ ഒരു സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് വികാസം എന്ന് പറയുന്നത് അത് കൃത്യമായി അത് അനലൈസ് ചെയ്തിട്ടുള്ള വിദഗ്ധർ പറയുന്നത് 8 തലങ്ങളിലൂടെയാണ് അവന്റെ ആ ഒരു വളർച്ച വരുന്നതെന്നാണ്. ലോകത്ത് ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ പഠനം നടത്തുകയും അതിനാവശ്യമായ ഒരു തിയറി രൂപീകരിക്കുകയും ചെയ്ത ആളാണ് എറിക് എറിക്സൺ എന്ന് പറയുന്നത്. ആ എറിക് എറിക്സൺ അദ്ദേഹത്തിന്റെ ആ തിയറി കൃത്യമായി അനാവരണം ചെയ്തപ്പം 8 മേഖലകളിലൂടെ അല്ലെങ്കിൽ 8 ഘട്ടങ്ങളിലായിട്ടാണ് ഒരു മനുഷ്യൻ അവന്റെ ജനനം മുതൽ മരണം വരെ കടന്നു പോകുന്നത് എന്ന് വളരെ കൃത്യമായി സമർത്ഥിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഇൻഫൻസി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള ഒരു എന്താ പറയാ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ജീവിതത്തിലുടനീളം നടക്കുന്നത്. വ്യത്യസ്ത മേഖലകളിലുള്ള ഈ കോൺഫ്ലിക്റ്റ് നടക്കുമ്പം ഒരു ഭാഗത്ത് ആ കോൺഫ്ലിക്റ്റ് നടക്കുന്നതിനിടയിൽ നമ്മൾ വിജയികളായി വരുന്ന ഒരു മേഖല അവിടെ കടന്നു വരികയാണ്. ആ വിജയികളായി വരുന്ന ആളുകളാണ് പിന്നീട് സമൂഹത്തിൽ ഏറ്റവും നല്ല ഉന്നതങ്ങളിലേക്ക് പോവുകയും അവർ പല രീതിയിലും ഇതിന്റെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആളുകൾ. അതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ജനിച്ച അന്ന് തുടങ്ങി 1.5 വയസ്സ് വരെയുള്ള ഒരു സമയമാണ്. ആ ജനിച്ച അന്ന് തുടങ്ങി 1.5 വയസ്സ് വരെയുള്ള ഈ ഒരു സമയത്തിനിടയിൽ നമ്മൾ അവിടെ ഒരു യുദ്ധത്തിലാണ്. സത്യത്തിൽ ആ യുദ്ധം എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നാണ് അതിനെ എറിക്സൺ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ട്രസ്റ്റും മിസ്ട്രസ്റ്റും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഇടയിൽ ട്രസ്റ്റ് വിജയിക്കുകയാണ്. ആ കുട്ടി വീണ്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ആ ഏർലി ചൈൽഡ്ഹുഡിൽ അവിടെ 1.5 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയാണ് ആ ഒരു സമയം. ആ സമയത്ത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ആ കുട്ടി വിചാരിക്കുന്നത് ഇതുവരെ ഞാൻ ചെയ്തത് മുഴുവൻ ഒറ്റക്കായിരുന്നു, സ്വന്തമായിരുന്നു എന്നൊരു ധാരണ ഒരു ഭാഗത്ത് വരികയും മറുഭാഗത്ത് അമ്മയുടെ അല്ലെങ്കിൽ കെയർ ഗിവറുടെ അവരുടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സൗകര്യത്തോടു കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന ഒരു ചിന്ത മറുഭാഗത്ത് വരികയും ഈ 2 ചിന്തകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുകയുമാണ്. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലാണ് ഇതൊക്കെ നടന്നു വരുന്നത്. മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു സമയങ്ങളിൽ ഒരു പ്രീ സ്കൂൾ പീരീഡിൽ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്നാണ് അതിനെ എറിക്സൺ വിശേഷിപ്പിച്ചത്. നാലാമത്തെ ഒരു ഘട്ടത്തിൽ അത് സ്കൂളിംഗ് ആണ്. ആ ഒരു സ്കൂളിങ്ങിന്റെ ടൈമിൽ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് അവിടെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് കുട്ടി ചിന്തിക്കുകയാണ്. അവിടെ സത്യത്തിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന ഒരു ഗണത്തിലാണ് അതിനെ പെടുത്തിയിട്ടുള്ളത്. 5ാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോൾ കൗമാരത്തിലേക്ക് കടക്കുകയാണ്. ആ കൗമാരത്തിൽ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു സമയത്തിനിടയിൽ അഡോളസൻസ് എന്ന് നമ്മൾ പറയുന്ന ഒരു സമയത്ത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ്. ഞാൻ എന്താവണം, ഞാൻ എന്താണ്, എൻ്റെ റോൾ എന്താണ് എന്നതിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു സമയവും തന്റെ സ്വത്വത്തെ തിരിച്ചറിയാനുള്ള ഒരു യുദ്ധവും ഇത് രണ്ടും കൂടിയാണ് ആ ഒരു സമയത്ത് അവിടെ നടക്കുന്നത്. ഇനി ഏറ്റവും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഒരു ഘട്ടത്തിൽ യങ് അഡൾട്ട്ഹുഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഘട്ടം. അവിടെ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. അവിടെയാണ് കുറച്ചുകൂടി ഒരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത്. ചില സമയത്ത് ആ ഇന്റിമസിയിൽ നിന്നും ആള് മാറി നേരെ ഒറ്റപ്പെടലിലേക്ക് പോവുകയാണ്, ഐസൊലേഷനിലേക്ക് പോവുകയാണ്. അതിനുശേഷം 40ന്റെയും 65ന്റെയും ഇടയിലുള്ള ഒരു പ്രായം, മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ ജനറോസിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. അവിടെ സത്യത്തിൽ ആ ഒരു തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റും കൂടി വന്നതിന് ശേഷമാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് പോകുന്നത്. സത്യത്തിൽ ഇതുവരെ 1 മുതൽ 7 വരെയുള്ള ആ ഘട്ടങ്ങളിൽ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റിൽ നിന്നും അതിൽ നിന്നും ലഭ്യമായ അറിവുകളും അതിൽ നിന്നുള്ള വിജയവും അതിൽ നിന്നുള്ള പ്രതീക്ഷകളും എല്ലാം കൂടി കൊണ്ടുവന്നാണ് അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നത്. ആ ഘട്ടം എന്ന് പറയുന്നത് 65 വയസ്സ് മുതൽ മരണം വരെയുള്ള ഒരു സമയമാണ്. സത്യത്തിൽ ഒരു മെച്യൂരിറ്റി, കൃത്യമായ ഒരു മെച്യൂരിറ്റി വരുന്നു എന്ന് പറയപ്പെടുന്ന എറിക്സൺ പറയുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരുപാട് ചിന്തകളും കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചതും എല്ലാം കൂടിയുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുക. ആ മനുഷ്യരെയാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വയോജനങ്ങൾ എന്ന് നമ്മൾ ഇപ്പം പറയുന്ന ആ മനുഷ്യർ, പ്രത്യേകിച്ച് വിവിധ തലങ്ങളിലൂടെ കടന്നു വന്ന ആ മനുഷ്യർ ആ മെച്യൂരിറ്റി ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ, ഒരു നിരാശയും അതോടൊപ്പം തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഈഗോ, സൂപ്പർ ഈഗോ, ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുക. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു മനുഷ്യരെയാണ്
അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് വയോജന പരിചരണത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ പ്രയാസങ്ങൾക്കപ്പുറത്ത് അവരനുഭവിക്കുന്ന മാനസികമായ ഒട്ടേറെ പ്രതിസന്ധികളാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ മനുഷ്യരെ നമ്മൾ പരിചരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള അവരുടെ പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ഒരുപാട് മേഖലകളിലേക്ക് നമ്മളുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം അവരൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ കടന്നു വന്ന മേഖലകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ജനിച്ച അന്ന് തുടങ്ങി മരണം വരെയുള്ള സമയത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ അവരെ ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു സമയത്തിന്റെ ഇടയിൽ വിവിധ ഘട്ടങ്ങളിലൂടെ, വിവിധ കോൺഫ്ലിക്റ്റുകളിലൂടെ, വിവിധ യുദ്ധങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യരാണ് അവർ. ആ മനുഷ്യർ ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അവർ കടന്നു വന്ന വഴികൾ അത്രയും അതൊരുപക്ഷെ അവർക്ക് ഒരുപാട് ആശ്വാസം നൽകിയ വഴികൾ ഉണ്ടാവാം, ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ടാവാം, അതോടൊപ്പം തന്നെ ഒരുപാട് നിരാശകൾ നൽകിയിട്ടുണ്ടാവാം. ഇതൊക്കെ നൽകിയ വഴികളിലൂടെ കടന്നു വന്ന ആ മനുഷ്യരെ നമ്മൾ പരിചരിക്കുമ്പോൾ കൃത്യമായി അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ആ ഒരു പരിചരണത്തിന്റെ ആ ഒരു പ്രായോഗികതയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അല്ലെങ്കിൽ കേവലം ഒരു ആത്മകത മാത്രമായി അത് മാറുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ, അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കാൻ, അവരനുഭവിക്കുന്ന വേദനകൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് വയോജന പരിചരണത്തിൽ നമ്മളുടെ ഇടപെടലുകൾ വിജയം കാണുന്നത്. ആ ഒരു വിജയം കാണുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ അതിനാവശ്യമായ പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കിക്കൊണ്ട് തന്നെ ആവണം ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ. പരിചരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒക്കെ ചിന്തകളിൽ വരുന്നത് പലതരത്തിലുള്ള മാനസികമായി അതോടൊപ്പം തന്നെ ശാരീരികമായി ഒരുപാട് പ്രതിസന്ധികളിൽ അകപ്പെട്ട് നിൽക്കുന്ന കുറെ ആളുകൾക്ക് വേണ്ടി നമ്മളൊക്കെ ഇടപെടുന്ന ഒരു മേഖല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ആ മേഖലയിലും പലപ്പോഴും നമ്മളൊക്കെ കാണുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് നേരത്തെ പ്രതിസന്ധികളുടെ ആ ഒരു ലിസ്റ്റിൽ, ആ ഒരു ശീർഷകത്തിൽ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത തലങ്ങളിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ആ ബാരിയേഴ്സിനെ മറികടക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ തൊട്ടടുത്തൊരു സ്ലൈഡിൽ 2 തലങ്ങളിലുള്ള പരിചരണത്തിന്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ ചിത്രങ്ങളിൽ ഒന്ന് പരിചരണത്തിന്റെ ഏതറ്റം വരെയും പോവാൻ തയ്യാറായിട്ടുള്ള ഒരു മകൻ. ആ മകൻ തന്റെ മാതാവ് മരിച്ചു പോയപ്പോൾ ആ മാതാവിന്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കി നിർത്തിയപ്പോൾ ബാംഗ്ലൂരിലെ ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റിയിൽ ആ മാതാവിന്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മയ്യത്ത് നമസ്കരിക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കിടത്തിയ തന്റെ മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും അവസാനമായുള്ള അവന്റെ ഒരു മുത്തം കൊടുക്കലാണ്. സത്യത്തിൽ ആ സമയത്ത് ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഇനി ഒരിക്കലും എൻ്റെ മാതാവിനെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു വിഭാഗം മക്കള് അല്ലെങ്കിൽ ഒരു തലമുറ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗത്ത് ജീവിക്കുന്നുണ്ട്. മറുഭാഗത്ത് ചക്രവാളത്തിലേക്ക് കണ്ണയച്ച് ചക്രവാളത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരമ്മയാണ്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയ്ക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളിൽ ഒരാൾ പോലും നോക്കാതെ ആ അമ്മ ജീവിതത്തിന്റെ ആ ഒരു സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന അമ്മ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ജീവിതത്തിന്റെ അവസാനത്തിൽ മരണത്തിന്റെ ആ ഒരു തണുത്ത കരങ്ങളിലേക്ക് ഊർന്നിറങ്ങിപ്പോയ പ്രിയപ്പെട്ട മാതാവിന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മകൻ. ഇനിയും ഒരുപാട് കാലം തന്നെ മാതാവിനെ പരിചരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്, എൻ്റെ ജീവിതം പോലും എൻ്റെ മാതാവിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന മാനസികാവസ്ഥയിൽ മാതാവിന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മകൻ ഒരു ഭാഗത്തും, മറുഭാഗത്ത് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഏതോ വൃദ്ധസദനങ്ങളിലേക്ക് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഒറ്റപ്പെട്ട് പോയ ഒരു തരത്തിൽ നിശബ്ദതയിലേക്ക് അല്ലെങ്കിൽ നിഗൂഢതയിലേക്ക് കണ്ണു വായിച്ച് നിൽക്കുന്ന ഒരമ്മ. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന കൃത്യമായ നേർചിത്രങ്ങളാണ്. അപ്പൊ ഇത്തരം മനുഷ്യരുടെ പരിചരണം അവരൊരു പക്ഷേ രോഗികളായി മാറിയേക്കാം. ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ അവരെ പിടികൂടിയെന്ന് വരാം. ആ രോഗങ്ങളൊക്കെ പിടികൂടുന്ന സമയത്ത് അവരെ സ്നേഹിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അനിവാര്യമായി ചെയ്യേണ്ടത്. ഓരോ രോഗിയും ഒരു രോഗം തിരിച്ചറിയപ്പെടുന്ന ഒരു സമയത്ത് രോഗത്തിന്റെ തുടക്കത്തിൽ ആ രോഗിയെ പരിചരിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ആളുകൾ പ്രത്യേകിച്ചും മാരകമായ രോഗങ്ങൾ വരുന്ന സമയമാവട്ടെ,
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നടന്ന സമയമാവട്ടെ, ഇത്തരങ്ങളിലുള്ള സമയങ്ങളിലൊക്കെ ആ ഒരു മനുഷ്യനെ പരിചരിക്കാനും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. ആ രോഗം കുറച്ചുകൂടി കൂടുകയാണ്, അല്ലെങ്കിൽ രോഗത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ രോഗിയുടെ ജീവിതത്തിന്റെ ദൈർഘ്യം, രോഗനാളുകൾ കൂടി വരികയും ചെയ്യുന്നതിനനുസരിച്ച് ആ രോഗിയും രോഗി കിടക്കുന്ന കട്ടിലൊക്കെ ഇങ്ങനെ പിന്നാമ്പുറങ്ങളിലേക്ക് പോവാണ്. അവസാനം നമ്മൾ അറിയുന്നത് ആ രോഗി മരിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ ആ രോഗിയുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അത്തരം സമയങ്ങളിൽ ഈ രീതിയിൽ ഇടപെടാനും ആ ഒറ്റപ്പെടുന്ന അവരുടെ അവസ്ഥയിൽ ആ ഒറ്റപ്പെടലിനെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ആ മനുഷ്യരൊക്കെ ചേർത്ത് നിർത്തുന്ന വലിയൊരു സന്ദേശമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ ഇടപെടുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ മനുഷ്യരെ അവരുടെ പ്രയാസങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്, അവരുടെ വേദനകൾക്കൊപ്പം നിൽക്കുകയാണ്. അവര് എന്താണോ അവരുടെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. സമൂഹത്തിൽ ഒരിക്കലും ഒരു മാറ്റപ്പെട്ടവരല്ല അവരെന്ന വലിയൊരു ബോധം. അവരെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോവാണ്, അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്, അവരുടെ പ്രയാസങ്ങൾ മുഴുവൻ കേൾക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർക്ക് മുമ്പിലേക്ക് സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ വലിയ സന്ദേശങ്ങളും അതിന്റെ ചിന്തകളും ഒക്കെ ഇത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ നന്നായി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങൾ ലോകത്തിൽ ആദ്യമായി ഏറ്റവും നല്ല രീതിയിൽ വ്യവസ്ഥാപിതമായ സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകാരോഗ്യ സംഘടന പോലും മാതൃകയാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. 1960-കളിൽ ഇതിന്റെ തുടക്കം ബ്രിട്ടനിലായിരുന്നെങ്കിലും ഇന്ന് ലോക ചരിത്രത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മലബാറിലെ സ്വാതന്ത്ര്യ പരിചരണ കൂട്ടായ്മകളും അതിന്റെ സംവിധാനങ്ങളും ആണ് എന്ന് പറയുമ്പോൾ ആ തലത്തിൽ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു വകയുണ്ട്. എങ്കിൽ പോലും നേരത്തെ ഉദ്ഘാടന പ്രഭാഷണമൊക്കെ സൂചിപ്പിച്ചതുപോലെ വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൂടി വരികയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ അണുകുടുംബങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം ഈ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് പകരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഒന്നോ രണ്ടോ കുട്ടികളുള്ള ഒരു വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ നിലനിൽക്കുകയാണ്. ആ കുട്ടികൾ വിദേശങ്ങളിൽ ഉന്നതമായ ജോലിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അവർക്ക് ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഈ വൃദ്ധസദനങ്ങളും ഓൾഡ് ഏജ് സെന്ററുകളും അസിസ്റ്റഡ് ലിവിംഗ് സെന്ററുകളും ഒക്കെ പറയുന്ന അത്ര തുക കൊടുത്തുകൊണ്ട് അവരെ അവിടത്തേക്ക് മാറ്റുന്നത്. പക്ഷേ ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവര് ജീവിച്ചു വന്ന വഴികളിൽ നിന്ന്, അവര് കാലങ്ങളായി അനുഭവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറുക എന്ന് പറയുന്നത് തന്നെ അവരുടെയൊക്കെ മാനസികമായി അവരെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തളർച്ചയ്ക്ക് പരിഹാരമായിട്ടാണ് പലപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന നമ്മുടെ നാട്ടിലുള്ള പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ആ ഒരു രംഗത്തേക്ക്, ഇത്തരം ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു രംഗത്തേക്ക് നമ്മുടെ ഒക്കെ ചിന്തകളും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സെഷനിൽ ഒരു വിഷയം ഏറ്റവും ലഘുവായി അവതരിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങളിലൊക്കെ ഉത്തരം നൽകും. അല്ലാത്തത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ ആളുകളുമായി ചോദിച്ചതിന് ശേഷം അവരുടെ ഒക്കെ മറുപടിയൊക്കെ കിട്ടിയതിന് ശേഷം ആ മറുപടി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ ചെയ്യും എന്നുകൂടി അറിയിക്കുകയാണ്. ആരെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെയൊക്കെ വീട്ടിലുണ്ടാകും, രക്ഷിതാക്കളുണ്ടാവും, സഹോദരന്മാരുണ്ടാവും, മക്കളുണ്ടാവും, പ്രയാസങ്ങൾ കൊണ്ട് ഉള്ളവര് എന്തെങ്കിലും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ അതിന് മറുപടി പറയും.
അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. 1961 1961 നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് വ്യക്തമല്ല, ഒരു പ്രാവശ്യം കൂടി പറയാമോ? കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. 1969 അല്ല 61 വയോജന പരിചരണം ആരംഭിച്ചു. 1960-കളിലാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങൾ ലോകത്ത് ആരംഭിക്കുന്നത്. ബ്രിട്ടനിലെ സെന്റ് ക്രിസ്റ്റഫേഴ്സ് ഹോസ്പിസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അന്ന് തുടങ്ങിയത്. ഡാം സിസിലി സോണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സഹോദരിയായിരുന്നു അതിന് തുടക്കം കൊടുത്തത്. ആ സമയം തുടങ്ങിയാണ് സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങൾ. പ്രയാസപ്പെടുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു തുടക്കം ലോകത്ത് കുറിക്കപ്പെട്ടത്. പക്ഷേ 1990 വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകാരോഗ്യ സംഘടന ഒരു ദിനം പ്രഖ്യാപിക്കുന്നതും ആ ദിനമാണ് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിച്ചു വരുന്നത്. കേൾക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മെസ്സേജ് ആണ്. നമ്മളെ വയസ്സായ ആളുകൾക്ക് ചെറിയ കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് മാറുന്നു എന്ന് കേൾക്കാറുണ്ട്, ഇത് ശരിയാണോ? അതാണ് ഡിമൻഷ്യ എന്ന അസുഖമാണ് അതിന്റെ കാരണം. ആ ഡിമൻഷ്യ മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ള കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് അത് ഡിമൻഷ്യ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൂവ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ കുട്ടികളുടെ ആ ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാനസിക വളർച്ചയിലേക്ക് തന്നെയാണ് പ്രായം കൂടുന്നതനുസരിച്ച് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം അവരുടെ മസ്തിഷ്കത്തിനുള്ളിലുള്ള ഈ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന ബ്രെയിനിന്റെ സെല്ലുകൾ നശിച്ചു പോവുകയാണ്. അങ്ങനെയാണ് അവർ ഡിമൻഷ്യയിലേക്ക്, സ്മൃതിനാശം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യരെത്തുന്നത്. അസ്സലാമു അലൈക്കും. ഈ വയോജന പരിചരണവുമായി ബന്ധപ്പെട്ട് പരിചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയത്തെ കുറിച്ചുള്ള ഒരു പരാമർശം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. വയോജന പരിചരണത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞു. ആ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റോള് എടുക്കുന്ന ആളുകളാണ് കെയർ ഗിവേഴ്സ് എന്നതാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കെയർ ഗിവേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ പരിചാരകര് കൃത്യമായി ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വയോജന സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം. ആ പ്രയാസങ്ങൾ പരിഹരിക്കണമെങ്കിൽ വയോജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ കൃത്യമായ പരിശീലനം വേണം. അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള അസുഖമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രയാസമാണ് ഈ നോക്കുന്ന അല്ലെങ്കിൽ കെയർ കൊടുക്കേണ്ട ആൾ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അത് ഏറ്റവും ക്ഷമയോടുകൂടി നേരിടാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ ഒരു വയോജന പരിചരണത്തിൽ ഈ ഒരു കെയർ ഗിവർ വിജയിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ പോലെയുള്ള ഡിമൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ അത് ബാധിച്ച ആളുകൾ അവർ ഓരോ സമയവും പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കൃത്യമായി ഏറ്റവും നല്ല ക്ഷമയാണ് ആ ഒരു കെയർ ഗിവറിന്. ഏത് അസുഖമാണെങ്കിലും ഒരു പരിചാരകർ എന്ന രീതിയിൽ അവർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നത് മാത്രമാണ്. സംശയം ആങ്ങളെ 65 വയസ്സ് കഴിഞ്ഞു. ഒരു മെക്കാനിസത്തിന് വലിയ താല്പര്യമില്ല. ഇത് മെക്കാനിക്കലൊക്കെ ചെയ്യണം എന്നില്ല വലിയ താല്പര്യക്കാരൻ. പക്ഷെ ഇപ്പൊ മുഖത്ത് സുഖം ഡയബറ്റിക് ആണ്. ഏത് ഡോക്ടർ പറഞ്ഞത് ഇരുന്നിട്ട് ഇപ്പൊ ഡയബറ്റിക് വേദൊക്കെ പിടിച്ച്. പക്ഷെ മൂപ്പര് കുറെ സമയം ഇപ്പൊ മൂപ്പർക്ക് വീണ്ടും അതിനോട് താല്പര്യമായിട്ട് പിന്നെ മറിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പൊ
എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ പണി ചെയ്തു. അപ്പൊ ഇന്നലെ ഭയങ്കരമായിട്ട് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടായി. ഞാൻ കിടക്കാൻ പോയി. അപ്പൊ ഭയങ്കര കരച്ചില് ബഹളമൊക്കെയാണ്. പിന്നെ ഇവിടെ കൂട്ടിയിട്ടാണ് ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കരച്ചില്. അപ്പൊ എന്താ ചോദിച്ചപ്പോ അവര് പറയുന്നത് സുഖമായി വരികയാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെ ഇതാക്കാനാണ്. അപ്പൊ ഞാൻ അവരോട് ഒരു ഉപദേശം കൊടുത്തത് എന്താ വെച്ചാല്, നിങ്ങൾ മൂപ്പരെ സംഘടനയൊക്കെ വിട്ടുകൊടുത്താളി. പക്ഷെ നിങ്ങൾ ഈ കാലിനും അങ്ങനെ കയ്യിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടോ അല്ല ഒന്നും ആദ്യം ചെയ്തിട്ട് മൂപ്പരെ കൊടുക്കുക. ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തു അവർക്ക്, ഞാൻ അങ്ങനെ ആക്കി കൊടുത്തു. അവർക്ക് പുറത്താക്കാണ്, ഞാൻ പൻ്റെ അടുത്ത് തരാൻ എന്ന് ഒരേ കരച്ചിൽ. അപ്പൊ ഞാൻ നാത്തിനോട് പറഞ്ഞു, നാത്തിനും സുഖമില്ല, അവൾക്ക് കഴിയുന്നില്ല. അവള് പറയാൻ ഞാൻ നാളെ കാണാനില്ലാതായി, ഞങ്ങൾ ആകെ ബേജാറായി എന്നൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പൊ ഇതന്നെ സ്ഥിതി. അപ്പൊ മൂപ്പര് പറയുന്നത് ഇന്റെതെല്ലാം കഴിഞ്ഞു, ഇനി എന്താ എനിക്കെന്തിനാ, ഞാൻ എനിക്ക് ഇന്ന ഇഷ്ടത്തിലൂടെ എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര കണ്ട് നല്ല സങ്കടപ്പെട്ട് ആണ് പറഞ്ഞത്. ഞാൻ ഡോക്ടറെ ഇത് കേട്ടപ്പോ നിങ്ങളോട് ചോദിക്കും, എന്താ ഞാൻ ഒരു പോയി കാണിക്കണേ, എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. 5 ആമക്കളാണ് ഇത്, എല്ലാവരും നല്ല സ്ഥിതിയിലാണ്, എല്ലാവരും ഇത് ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഭയങ്കര വിഷമമാണ്. അപ്പൊ എന്താ ഉപദേശിച്ച് കൊടുക്കണത് എന്ന് അറിയില്ല. മകനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വിട്ടുകൊടുത്താളി, അന്തരീക്ഷത്തിൽ ചെയ്തോട്ടെ, ശ്രദ്ധിച്ചാൽ എന്ത് പറഞ്ഞിട്ട് കേൾക്കേണ്ട അമ്മയ്ക്ക് അടുത്താണ് അവരിങ്ങനെ പറയും. പിന്നെ അതിന് മൂപ്പർക്ക് ഭയങ്കര വിഷമം എന്താ വെച്ചാല്, ഇവരാരും വരുമ്പോ ഇവരെ കുറ്റങ്ങൾ ഇങ്ങനെ പറയാണ്. അത് മൂപ്പർക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് പറയണ്ട, നിങ്ങളത് വിട്ടുകൊടുത്താളി, അത് ഒന്ന് മൂപ്പരെ ഇഷ്ടത്തിനാണ് വിട്ടുകൊടുക്കി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവില്ല, ഒന്നും ചെയ്യാനും കഴിയുന്നു. അത്രയും മക്കളൊക്കെ ഉള്ളടത്ത് എന്റെ അടുത്ത് പറഞ്ഞയക്കുന്ന അവർക്കും ഒരു ഭയങ്കര വിഷമം. ഡോക്ടർ നല്ലൊരു കാര്യം നിർദ്ദേശം തന്നാല് വേണം. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് വീടുകളിൽ ഒരുപാട് രോഗികൾക്കിടയിൽ ഒരുപാട് കെയർ ഗിവേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. സൈക്കോളജിക്കലി വിവിധ തലങ്ങളിലുള്ള അവരുടെ ചിന്തകളും മനസ്സിന്റെ വിവിധ തരത്തിലുള്ള വ്യാപരങ്ങളുമാണ് ഈ രൂപത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ സത്യത്തിൽ ഏതൊരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിലും, എന്തൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും, അദ്ദേഹത്തിന്റെ സംസാരം ഏത് രൂപത്തിലേക്ക് പോവുകയാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തെ കണ്ടെത്തുകയും ആ കാരണം ട്രീറ്റബിൾ ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ ആ കാരണത്തെ ലഘൂകരിക്കാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപക്ഷെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ പാർട്ട് ഒരുപക്ഷെ കുറവായിരിക്കും. അത്തരം സമയങ്ങളിലാണ് സാമൂഹ്യമായ ഇടപെടലുകൾ പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നത്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ലോകാരോഗ്യ സംഘടന പോലും അതിന് പറയുന്ന നിർവചനം, ആരോഗ്യത്തിന് പറയുന്ന നിർവചനം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒരു സുസ്ഥിതിയാണ്. ആ ഒരു സുസ്ഥിതിയിൽ പോകുന്നതിന് പ്രയാസമുണ്ടാകുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൈഡ്. 2 ചോദ്യം കൂടെ അതില് റൈറ്റിംഗ് വന്നതുണ്ടായിരുന്നു. പക്ഷെ ഒന്ന്, അൾഷിമേഴ്സിന്റെയും ഡിമെൻഷ്യയുടെയും സിംറ്റംസ് ഒരുപോലെയാണോ? അൾഷിമേഴ്സിന്റെയും ഡിമെൻഷ്യയുടെയും സിംറ്റംസ് ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം, പ്രായം കൂടുന്തോറും ഡിപ്രഷൻ ഉണ്ടാകുന്നു, എല്ലാം നെഗറ്റീവായി കാണുന്നു, എന്ത് ചെയ്യാം? കുടുംബത്തിലുള്ള സന്തോഷങ്ങൾ കൂടി നെഗറ്റീവായി കാണുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നതിനുള്ള ഒരു കാര്യമാണ് എറിക് എറിക്സന്റെ ആ ഒരു ഡിഫറെന്റ് ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് ഞാൻ സൂചിപ്പിച്ചത്. ഓരോ സ്റ്റേജിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്. അവിടെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 2 തലങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. ആ കോൺഫ്ലിക്റ്റിൽ ഏതാണോ വിജയിക്കുന്നത്, ഏതാണോ പരാജയപ്പെടുന്നത്, ആ ജയപരാജയങ്ങൾക്കനുസരിച്ചാണ് അടുത്ത ഘട്ടത്തിലേക്ക് ആള് പോകുന്നത്. അപ്പം ഈ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. നിരന്തരമായുള്ള ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രായോഗികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് ഈ രൂപത്തിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത്. സത്യത്തിൽ അതിന്റെ റീസൺ കണ്ടെത്തി ചികിത്സിക്കുക, അല്ലെങ്കിൽ അതിന് പരിഹാരം കാണുക എന്നതാണ് നമുക്ക്
നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം. ഡോക്ടറെ, മാക്സിമം രോഗികളെ ഒറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രായമായവരെ. 100%. ഞാൻ എന്റെ വാപ്പാനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. 90 വയസ്സ് വരെ എന്റെ വാപ്പ ജീവിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ കിടത്തവും ഇരുത്തവും എന്റെ മക്കളും ഞാനും പഠിക്കൽ വരെ റൂമിലായിരുന്നു. ഇതില് പോകുമ്പോൾ എന്റെ വാപ്പാനെ ഞാൻ കൂടെ വണ്ടിയിലിരുത്തി കൊണ്ടുപോകും. അപ്പൊ അവരെ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന ഒരു മാനസിക ധൈര്യം കൊണ്ടാണ് അവർ ഷുഗറോ പ്രഷറോ ഒന്നും ഇല്ലാണ്ട് 90 വയസ്സ് വരെ ജീവിച്ചത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുള്ളത്, ഈ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മരണം എന്ന് പറയുന്നത്. മരണം സത്യത്തിൽ മറ്റൊരു സാധനമല്ല, ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മരണത്തെ കാണണം. അപ്പൊ അവിടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഒരു സോഷ്യൽ ആയിട്ടുള്ള ഇടപെടലുകളൊക്കെ ഒരുപാട് നടത്തുന്ന ആളുകൾ പലപ്പോഴും മരണാസന്നരായി കിടക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. സത്യത്തിൽ അവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ICUയിലേക്കോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കോ മാറ്റി ഒരു ഏകാന്തമായ ഒരു സാഹചര്യത്തിൽ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവർക്ക് വേണ്ടി അവിടെ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. സത്യത്തിൽ അത് നമ്മുടെ വീടുകളിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ കഴിച്ചു കൂട്ടുന്നതെങ്കിൽ അവരങ്ങ് പോയി കഴിഞ്ഞാലും അടുത്ത ഒരു സാഹചര്യത്തിൽ, അടുത്തൊരു സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു സമയത്ത് നമ്മളുടെ മനസ്സിന് ആശ്വാസം നൽകുന്നത്, മനസ്സിന് കുളിർമ നൽകുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഇന്ന ആളുടെ ജീവിതത്തിന്റെ അവസാന സമയത്ത് അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് ഒരു പ്രയാസമില്ലാതെ പ്രിയപ്പെട്ടവരുടെ മധ്യ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്നും യാത്ര പോയത് എന്ന ഒരു ചിന്ത പോലും നമുക്ക് നൽകുന്ന എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ തലത്തിൽ കൂടി വയോജന പരിചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഇടപെടേണ്ടിയിരിക്കുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കാം. അതെ ഡോക്ടർ പറഞ്ഞു വാപ്പാനെ അവിടെ കിടത്താന്ന്. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. ഡോക്ടർ ട്രീറ്റ്മെന്റും കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വാപ്പ വീട്ടിൽ നിന്നാണ് മരണമടഞ്ഞത്. അതെ, ആ ഒരു ഓർമ്മകൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഓർമ്മയാണ്. അത് യാതൊരു സംശയവുമില്ല. ഓക്കെ, അടുത്ത ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാട്ടോ. ഓക്കെ, ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോ സാധാരണ 1 മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാം നടക്കാറ്. അൽഹംദുലില്ലാഹ്. ചോദിച്ചോളൂ. ഈ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് വാപ്പമാരൊക്കെ ദേഷ്യപ്പെടുമ്പോ, കാരണമില്ലാണ്ട് ദേഷ്യപ്പെടുമ്പോ അമ്മ എന്താ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്? ചോദ്യം വ്യക്തമായില്ല. ഈ മാതാപിതാക്കളെ കാരണം കൂടാതെ ദേഷ്യപ്പെടുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാതാപിതാക്കൾ ദേഷ്യപ്പെടുമ്പോഴും നിഷേധം അവരോട് പറയരുത്. ദേഷ്യപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ പരമാവധി ഇല്ലാതാക്കുക. ഓക്കെ, ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചോദിക്കാം. 1 മണിക്കൂറാണ് നമ്മൾ സാധാരണ ഇൻഫോസീരീസ് ലൈവ് വെബിനാർ നടക്കാറുള്ളത്. രാത്രി സമയമായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വല്ലാതെ നീട്ടാറില്ല. അൽഹംദുലില്ലാഹ്, നല്ല സെഷൻ ആയിരുന്നു. ഈ രംഗത്ത് ഇന്ന് കേരളത്തിലും ഇന്ത്യയിൽ തന്നെ വളരെ സജീവമായി ഇടപെടുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസിന്റെ ചീഫ് ഫംഗ്ഷനിങ് ഓഫീസറും അതുപോലെ ബാംഗ്ലൂർ ശിഹാബ് തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ മുഖ്യ ഫംഗ്ഷനിങ് ഓഫീസറായിട്ടുള്ള ആളാണ്. അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ ഫിസിഷ്യൻ ആയിരുന്നു. അങ്ങനെ ഈ രംഗത്ത് ഇന്ന് വളരെ സജീവമായി ഇടപെടുന്ന സംസ്ഥയുടെ അതുപോലെ മറ്റു എല്ലാ പ്രാസ്ഥാനിക രംഗത്തൊക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ MA അമീർ അലി സാഹിബ്. കോഴിക്കോടുകാരനാണ്, ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല, ഈ രംഗത്തുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വിജയം, ബർക്കത്ത് എല്ലാം ഏറ്റി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത ലേണിംഗിന്റെ ഈ ഇൻഫോ സീരീസ് ഇത് 2ാം തവണയാണ്, 2ാമത്തെ മാസമാണ് നടക്കുന്നത്. വളരെ
കാലിക പ്രസക്തമായിട്ടുള്ള കഴിഞ്ഞ മാസത്തെ വിഷയം അറിയാം, ഫാമിലി ഫിനാൻസ് എന്നുള്ളതായിരുന്നു. വളരെ കാലികമായ വിഷയങ്ങളിലാണ് നമ്മൾ പിന്നെ ഇൻഫോ സീരീസുകൾ നടത്താറുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസവും ഇതേപോലെ ഇൻഫോ സീരീസുകൾ നടക്കും. കുട്ടികളുടെ മൊബൈൽ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, ഇങ്ങനെ വളരെ സമൂഹം ആവശ്യപ്പെടുന്ന വിഷയങ്ങളാണ് നമ്മൾ ഇൻഫോ സീരീസിൽ ചർച്ച ചെയ്യാറുള്ളത്. ആ രംഗത്ത് വിദഗ്ധരായ ആളുകൾ തന്നെയാണ് ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കാറുമുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തെ സെഷൻ കൂടി നേരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് പബ്ലിക്കിൽ ലഭിക്കും. അപ്പൊ ഇന്നത്തെ സെഷൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത ബഹുമാനപ്പെട്ട ആമീർ ഡോക്ടർക്ക് സമസ്ത ലേണിംഗിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. അതോടൊപ്പം നേരത്തെ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട സുപ്രഭാതം CEO കൂടിയായിട്ടുള്ള മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, അതേപോലെ ഹക്കീം ഫൈലി, അതുപോലെ ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത് ഈ സെഷനെ ഭംഗിയാക്കിയ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. 3 സ്വലാത്തോടുകൂടി നമ്മുടെ ഈ ഇൻഫോ സീരീസ് ഇവിടെ സമാപിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.